അമ്പലപ്പുഴയിൽ പാചകവാതക സിലിണ്ടറിൽ പാചകവാതകത്തിനു പകരം പച്ചവെള്ളം. പുന്നപ്ര കുറുവൻതോട് ഫുഡ് പ്രോഡക്റ്റ് സ്ഥാപനം നടത്തുന്ന കബീർ റഹ്മാനിക്കാണ് വെള്ളം നിറച്ച സിലിണ്ടർ ലഭിച്ചത്. പരാതി പറഞ്ഞപ്പോൾ ഏജൻസി അധികൃതർ കൈമലർത്തിയെന്നാണ് കടയുടമ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഗ്യാസായിരുന്നു. അത് ഇന്നലെ നമ്മൾ ഫിറ്റ് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് ഗ്യാസ് നിന്നുപോയി. അങ്ങനെ പരിശോധിച്ച് മാറ്റി വെച്ചപ്പോൾ ഗ്യാസിനകത്ത് വെള്ളം ഉള്ളതുപോലെ ഒരു കുലുക്കം, വെള്ളത്തിൻ്റെ ചലനം കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ ടെസ്റ്റർ വെച്ച് കുത്തി നോക്കുമ്പോൾ അകത്തുനിന്ന് വെള്ളമാണ് വരുന്നത്. അപ്പോൾ ആകെ നമ്മൾക്ക് ഈ കുറ്റിയിൽ നിന്ന് ആകെ 38 കിലോ ആണ് ആ വെയിറ്റെങ്കിലും 19 കിലോ ആ സിലിണ്ടറിൻ്റെ ഭാരമാണ്. ബാക്കി 19 കിലോ ഗ്യാസാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടേണ്ടത്. നമുക്ക് 9 കിലോ കിട്ടിയിട്ടുണ്ട്. ബാക്കി 10 കിലോ വെള്ളമാണ് ഉള്ളത്. അമൽ സുരേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അമൽ, അപൂർവമായൊരു വാർത്തയാണ്, ഇതുവരെ കേട്ടിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു സംഭവം. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ആനന്ദ്, ഈ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന് 110 രൂപ കൂടി 1880 രൂപയായിട്ട് 3 ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ പാചകവാതകത്തിന്റെ സിലിണ്ടറിനുള്ളിൽ അത് ഗ്യാസ് അല്ല പച്ചവെള്ളമാണ് എന്ന വാർത്ത അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നത്. ഏതായാലും പുന്നപ്ര കുറുവൻകോട് ഒരുമ എന്ന പേരിലുള്ള ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് നടത്തുന്ന ആളായിട്ടുള്ള കബീർ റഹ്മാനിക്കാണ് ഇത്തരത്തിലുള്ളൊരു അമളി പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിപ്പിന് അദ്ദേഹം ഇരയായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഏജൻസി മുഖാന്തരമാണ് ഇദ്ദേഹത്തിന് ഗ്യാസ് സിലിണ്ടർ നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് ഏജൻസിയോട് ഒരു പരാതി പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ ഏജൻസി അധികൃതർ കൈമലർത്തിയതായും ഇദ്ദേഹം പറയുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഗ്യാസ് സിലിണ്ടർ ഇവിടെ സ്ഥാപനത്തിൽ എത്തിക്കുകയും പിന്നീട് ചപ്പാത്തി ചുടുവാൻ വേണ്ടിയിട്ട് ഇത് ഓണാക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ അങ്ങ് നിന്നു പോവുകയും തുടർന്ന് ഈ ഗ്യാസ് സിലിണ്ടർ കുലുക്കി നോക്കിയപ്പോൾ അതിൽ പച്ചവെള്ളമാകാനുള്ള സാധ്യതയുണ്ടായെന്ന് തോന്നി. പിന്നീട് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇദ്ദേഹം പരാതിയുമായി പോയത്. പക്ഷെ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ അടക്കം സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പരാതിക്കാരൻ. ആനന്ദ്. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.